പോവുകയാണ്. ഞങ്ങൾ എറണാകുളം പോവാ. വണ്ടി 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 എവിടെ ഊഞ്ഞാല് ഇറങ്ങി നിൽക്ക് ബാക്കിലോട്ട്. ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മള് ഒരു കുനാഫയ്ക്ക് പറഞ്ഞ വെഡിങ് ആനിവേഴ്സറി ആണ് സെലിബ്രേഷൻ, ഒരു കുഞ്ഞു സെലിബ്രേഷൻ. അതുകൊണ്ട് ഞങ്ങൾ ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കാത്തൂസ് ഫ്രെയിമിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങള് ഇന്ന് എറണാകുളം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിട്ട് പോവുകയാണ്. ഞങ്ങൾ എറണാകുളം പോവാണ്. എറണാകുളത്ത് 1-2 പരിപാടികളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇന്ന് അവിടെ ഒരു ഹോട്ടലിൽ താമസിച്ചിട്ട് നാളെ ഞങ്ങൾ തിരിച്ചു വരത്തുള്ളൂ. നാളെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പം അതിന്റെ ഭാഗമായി ഒരു ചെറിയ യാത്ര കുടുംബത്തോടൊപ്പം, അല്ലേ ഏട്ടാ? അല്ലേ? ഹായ്, ഹലോ. ഇതെവിടെ? ഉസ്ബെക്കിസ്ഥാൻ. നിങ്ങൾ എന്താ ഇവിടെ? ഞങ്ങൾ ഇവിടെ ഒരു ജ്യൂസ് കുടിക്കാൻ വന്നാണ്. ആരൊക്കെ ഉണ്ട്? ഞാനും എന്റെ കുട്ടികളും. വൈഫിനെ കൊണ്ടുവന്നില്ലേ? കൊണ്ടുപോകാൻ കൊള്ളത്തില്ലാത്തതുകൊണ്ട് കൊണ്ടുവന്നില്ല. നല്ല കൊച്ചല്ലേ? അഭിപ്രായം അവരോട് കൂടി ചോദിച്ചത് എന്തുകൊണ്ട് കൊണ്ടു. എന്താ അമ്മയെ കൊണ്ടുവരാഞ്ഞേ? അമ്മ എന്താ കൊണ്ടുവരാഞ്ഞേ? ഓക്കെ. അപ്പൊ ഇതാണ് ഗൈസ് ഞങ്ങൾ താമസിച്ച റൂം. ഇതാണ്. ഞങ്ങളിപ്പോൾ പുറത്ത് പോവുകയാണ്. ഞങ്ങൾ അയ്യേം കൊണ്ട് ഞങ്ങൾ പുറത്ത് പോവുകയാണ്. എന്തിനാണ് നമ്മൾ പുറത്ത് പോകുന്നത്? ഓക്കേ. ഹലോ ഗൈസ്, ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാണ്. ഞങ്ങൾക്ക് സ്റ്റുഡിയോയിലൊന്ന് പോകണം, ഫുഡ്ബയിൽ പോകണം. ചെറിയ കാര്യം. അപ്പം നമ്മുടെ സമയം ഒരു 7-8 മണിയൊക്കെ ആയി. ചെറുതായിട്ടൊന്ന് ഇറങ്ങിയിട്ട് തിരിച്ചു വരാം. ഇതിപ്പം എറണാകുളത്തെ സ്റ്റുഡിയോയാണ്. നിങ്ങൾ എൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേ വ്ളോഗിൽ കണ്ടു കാണും. ഞങ്ങൾ ആലപ്പുഴ സ്റ്റുഡിയോയിൽ പോയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനേക്കാട്ടിലും നല്ലതായിട്ട് തോന്നിയത് ആലപ്പുഴയിലെ സ്റ്റുഡിയോയാണ്. കാരണം ഇതിനേക്കാട്ടിലും ഒത്തിരി കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് വെറൈറ്റി സംഭവങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ പറ്റി. പക്ഷേ ഇവിടെ അത്ര കളക്ഷൻ നമുക്ക് കിട്ടിയില്ല. പ്രത്യേകിച്ച് പിള്ളേരുടെ സെക്ഷനിലും അത്ര കളക്ഷൻ ഇല്ലായിരുന്നു. ലേഡീസിൻ്റെയും ജെൻസിൻ്റെ സെക്ഷനിൽ വലിയ കളക്ഷൻ നമുക്ക് തോന്നിയില്ല.
ഒരു കേക്ക് ഷോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഇതില്ലേ ഇത് പറയണം. ഞാനെടുത്തു എടുത്തു എങ്ങനെയുണ്ട്? ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് വൈകുന്നേരം ഞങ്ങൾ കറങ്ങാൻ ഇറങ്ങിയത് വണ്ടി അവിടെ ഇട്ടിട്ട് ഞങ്ങൾ ഊബറിലാണ് കറങ്ങാനായിട്ട് ഇറങ്ങിയത്. കാരണം നല്ല തിരക്കുള്ള സമയമായിരുന്നു. അപ്പം നല്ല ബ്ലോക്കൊക്കെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പിന്നെ നമുക്ക് കുറച്ചും കൂടി ഒരു രസം തോന്നി, ഊബറിലൊക്കെ പോകാം എന്നൊക്കെ തോന്നി. അങ്ങനെ ഞങ്ങൾ നല്ല രസമായിരുന്നു കേട്ടോ. രാത്രിയിൽ എറണാകുളം ടൗണിൽ കൂടെയുള്ള ആ ഒരു യാത്ര ശരിക്കും അടിച്ചു പൊളിച്ചു. ഞാൻ ശരിക്കും ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സമയത്ത് ഇതുവഴി ഇങ്ങനെ ചുറ്റി നടക്കുന്നത്. ആദ്യമായിട്ടാണ്. ഞങ്ങൾ എൻജോയ് ചെയ്തു, പിള്ളേരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നല്ല രസമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ രാത്രിയിലത്തെ ഫുഡ് ഇവിടെ വന്നു. നമ്മൾ മോമോസും സാൻഡ്വിച്ചും ആണ് ഒരു ടീമിന്. അടുത്ത ടീമിന് സാത്താർ റെസ്റ്റോറൻറ്റിൽ നിന്ന് അൽഫാമും പൊറോട്ടയും ചിക്കൻ ലോലിപോപ്പും നാണും അൽഫാമും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മൾ ഒരു കുനാഫയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, ഡ്രീം കേക്കിന് പറഞ്ഞിട്ടുണ്ട്. ഡ്രീം കേക്ക് വരുന്നത് ലുലുവിൽ നിന്നാണ്. അപ്പോൾ അത് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ആദ്യം നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പയ്യെ കേക്കൊക്കെ മുറിക്കാമെന്ന് വിചാരിച്ചു. സാൻഡ്വിച്ച് ശരിക്കും കട്ട് ചെയ്യണ്ട, അവർ കട്ട് ചെയ്തിട്ടില്ല. പിടിച്ച് കഴിച്ചോളൂല്ലോ. ഏട്ടൻ്റെ മോമോസ് അതിനകത്തിട്ട് കഴിച്ചു. ഇങ്ങനത്തെ കുഞ്ഞിനല്ല പൊറോട്ട കിടന്നുണ്ട്. റഹ്മാൻ അടിപൊളി.
ഇവിടെ ഞങ്ങൾക്ക് 4 പേർക്കും വ്ളോഗല്ല കേട്ടോ, ഈ ഒരു ദിവസം ഞങ്ങൾക്ക് കിട്ടിയ സന്തോഷം എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിരുന്നു. ഞങ്ങളെക്കാട്ടിലും പിള്ളേർ അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങൾ അമ്പലപ്പുഴയിൽ നിന്നാണ് എറണാകുളത്തിന് വന്നത്. അപ്പം അമ്പലപ്പുഴയിൽ നിന്ന് ഏകദേശം ഒരു 1.5-2 മണിക്കൂറുള്ള എറണാകുളത്തേക്കുള്ള യാത്ര. ആ ഒരു യാത്രയും അതിനുശേഷം ഞങ്ങൾ രാത്രിയിൽ എല്ലാവരും കൂടി ജ്യൂസ് കുടിക്കാൻ പോയതും സ്റ്റുഡിയോയിൽ പോയതും ഒക്കെ അവന്മാർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങൾ അതിനേക്കാളും എൻജോയ് ചെയ്തു. അപ്പം ഞാനിത് വ്ളോഗ് ആക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും സന്തോഷം തോന്നുന്നുണ്ട്, ഇതേപോലത്തെ ചെറിയ ചെറിയ നിമിഷങ്ങളൊക്കെ ആഘോഷിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ നിമിഷങ്ങളും എൻജോയ് ചെയ്യുക. അതൊക്കെ പിന്നീട് നമ്മുടെ ലൈഫിലെ നല്ല നല്ല ഓർത്തിരിക്കാനുള്ള സ്പെഷ്യൽ മൊമെൻറ്റ്സ് ആയിരിക്കും.